ചേച്ചിമാർ തലേന്ന് പോകാതെ ലാസ്റ്റ് ഈ സംഭവം ഫൈനലി പിടിച്ചേൽപ്പിച്ച് ഗൈസ് നമ്മൾ മണാലി വന്നിട്ടുള്ള സെക്കൻഡ് ഡേ ആണ്. ഇന്നലെയൊക്കെ ഇവിടെ ഭയങ്കര മഞ്ഞും മഴയൊക്കെ ആയിരുന്നു. രാവിലെ ചായ കുടിക്കാനായിട്ട് പുറത്തോട്ട് നോക്കിയപ്പോഴത്തേക്കാണ് ഒരു കാഴ്ച കണ്ടത്. നിങ്ങളെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആ മല മൊത്തത്തിൽ മഞ്ഞായി കിടക്കുകയാണ്. ഇതേ നോക്കിക്കേ, നമ്മുടെ റൂമിൻ്റെ താഴെ മൊത്തം മഞ്ഞാണ്. ഇപ്പോൾ ചായ കുടിക്കാൻ പോകാമെന്ന് പറഞ്ഞ് ജസ്റ്റ് നോക്കിയപ്പോഴത്തേക്കിന് എല്ലായിടവും മഞ്ഞായിട്ടുണ്ട്. ഇന്നലെയൊക്കെ ആണെങ്കിൽ ഭയങ്കര മഞ്ഞും മഴ മാത്രമായിരുന്നു. നമ്മുടെ ഡ്രസ്സൊന്നും ഉണങ്ങിയിട്ടില്ലായിരുന്നു. പക്ഷെ ഇനി നമ്മൾ അയർലൻഡും UK കാനഡ ഒന്നും പോകണ്ട കേട്ടോ, നമ്മുടെ കാശ്മീരിലോട്ട് വന്നാൽ മതി. ഇന്ന് മണാലി വന്നിട്ടുള്ള സെക്കൻഡ് ഡേ ആണ്. രാവിലെ നമ്മൾ ചായ കുടിക്കാനായിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കിന് കാണുന്ന കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇന്നലെയൊക്കെ ഇവിടെ ഭയങ്കര മഴയും ചെറിയ ചെറിയ മഞ്ഞുകട്ടയും വീട്ടിൽ മാത്രമേ ഉള്ളായിരുന്നു, മഞ്ഞുകല്ലും. പക്ഷെ ഇന്നത് നമ്മളിനി കാനഡയിലും എവിടെയും പോകണ്ട. ഇവിടെ എല്ലാം നോക്കിക്കേ, ഓരോ കാറിൻ്റെ എല്ലാം മേളിൽ മൊത്തത്തിൽ മഞ്ഞാണ് ഗൈസ്. വണ്ടിയുടെ ഒക്കെ അവസ്ഥ കണ്ടോ നിങ്ങൾ? ഈ വണ്ടിയൊക്കെ ഇവരിനി എന്നാ ചെയ്യും അല്ലേ? ഇത് നമ്മുടെ തൊട്ടപ്പുറം റൂമിൻ്റെ ഓപ്പോസിറ്റുള്ള ബിൽഡിംഗ് ആണ് ഗൈസ്. ഇന്നെന്താ നല്ല വെയിലുണ്ട് കേട്ടോ. നമുക്കിന്ന് ഭാഗ്യം ഉണ്ടായിരിക്കും. ക്ലോസ് ചെയ്തിട്ടുള്ള എല്ലാം ഇന്ന് ഓപ്പൺ ചെയ്യുമായിരിക്കും. ഇന്നലെ മഴ ആയതുകൊണ്ട് നമുക്ക് നടക്കാനൊന്നും വലിയ പ്രശ്നമില്ലായിരുന്നു. പക്ഷേ ഇന്ന് മഞ്ഞായതുകൊണ്ട് നമുക്ക് നടക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ട് ഗൈസ്. നമ്മൾ പെട്ടെന്ന് സ്കിപ്പായി പോവും. സത്യം പറഞ്ഞാൽ ഞാൻ പണ്ട് എൻ്റെ അമ്മ വീട്ടിലൊക്കെ പോകുമ്പോഴത്തേക്കാണ് ഇതുപോലത്തെ മഞ്ഞൊക്കെ കാണുന്നത്. അവിടുത്തെ ഫ്രീസറിൽ ഇതേപോലെ മഞ്ഞാകുമായിരുന്നു. പിന്നെ പപ്പാടെ വീട്ടിൽ ഇങ്ങനെയൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഇത് കണ്ടോ ഗൈസ്, കല്ലാണ് ഗൈസ്. എനിക്ക് UK കാനഡയൊക്കെ പോകുമ്പോൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്തായിരുന്നെന്നറിയോ, അവിടെ പോയി എനിക്ക് മഞ്ഞുരുട്ടി കളിക്കാനായിട്ട്. പക്ഷേ എനിക്ക് ഇന്ന് 2 ദിവസം കൊണ്ട് ആ കൊതി മൊത്തത്തിൽ പോയി. ഞാൻ ഇന്ന് ക്ലോസ് ചെയ്തിട്ടുള്ള അവിടെ എല്ലാം പോയി ഞാൻ സ്നോയിൽ നല്ലതുപോലെ കളിക്കും ഗൈസ്. ഈ ഒരു കപ്പ് ചായയും ഈ ഒരു പ്ലേറ്റ് ബ്രെഡ് ഓംലെറ്റും ഈ ഒരു പ്ലേറ്റ് നൂഡിൽസും ആയിരുന്നു കേട്ടോ നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. നമ്മുടെ റൂമിലെ വെള്ളം തീർന്നത് കൊണ്ട് ഒരു കുപ്പി വെള്ളവും വാങ്ങിച്ചിട്ട് പെട്ടെന്ന് തന്നെ റൂമിൽ പോയി റെഡി ആവുന്നു കേട്ടോ. ഇത് നമ്മുടെ ഓപ്പോസിറ്റ് ഉള്ള ഒരു വ്യൂ ആണ്. ഇത് നമ്മുടെ അത് മൊത്തം മഞ്ഞുമലയാണ്. നിങ്ങൾ ഇത് കണ്ടോ? ഇത് കണ്ടോ നിങ്ങൾ? ഇത് ഒരു വാട്ടർഫോൾസ്. ആ വാട്ടർഫോൾസ് മൊത്തം ഐസ് കട്ട, അതൊരു വാട്ടർഫോൾസ് ആണ്. ആ വാട്ടർഫോൾസ് മൊത്തം ഐസ് കട്ടയായി കിടക്കുന്നതാണ് കാണുന്നത്. ഇന്നത്തെ ഡേ നമ്മൾ പോകാൻ പ്ലാൻ ചെയ്ത ഫസ്റ്റ് പ്ലേസ് ഏതാന്ന് വെച്ചാൽ സോലങ് വാലി ആയിരുന്നു. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ പോയി വണ്ടിയൊക്കെ റെന്റിനെടുത്ത് സോലങ് വാലിയിലോട്ടാണ് പോകുന്നത്. ഗൈസ്, ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു നമ്മുടെ ക്ലബ് ഹൗസിൽ മഞ്ഞ് കട്ടയൊക്കെ വീണ്ടും നല്ല രസമാണ് മഞ്ഞ് ഒഴുകി പോകുന്നത്. ഇപ്പം മൊത്തത്തിൽ മഞ്ഞുകട്ട വീണ് കിടക്കും. മൊത്തത്തിൽ മഞ്ഞുകട്ടയൊക്കെ വീണിട്ട് പാറക്കല്ലുകളിലെല്ലാം മഞ്ഞുകട്ടയുണ്ട് ഗൈസ്. സത്യം പറഞ്ഞാൽ ഇന്നലെ മഴയത്തൊക്കെ ഈ ക്ലബ് ഹൗസിലെ വാട്ടർഫോൾസ് കണ്ടപ്പോൾ ഒരു ഫീലിങ്സ് ഒന്നും നമുക്ക് തോന്നിയില്ല കേട്ടോ. പക്ഷെ ഇന്ന് കണ്ടപ്പോൾ എനിക്കെന്തോ ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു. ഗൈസ്, ഞാൻ ഒരു ഗ്ലാസ് ഒക്കെ വായിച്ചു. ഇവന്മാരൊക്കെ ഭയങ്കര ഉടായ്പാട്ടോ. നമ്മൾ എത്ര ബാർഗൈൻ ചെയ്താലും ഇവന്മാർ സമ്മതിക്കുന്നില്ല. ഇതിപ്പോൾ 2 എണ്ണം 150 പറഞ്ഞിട്ട് ഒരിക്കലും സമ്മതിക്കാത്തതുകൊണ്ട് പിന്നെ 170 ഇപ്പോൾ 2 എണ്ണം വാങ്ങിച്ചു ഗൈസ്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഈ മഞ്ഞിൻ്റെ ഇടയ്ക്കൊക്കെ ഇരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ആട്ടോ. എന്നോട് ഒരുപാട് പേര് ചോദിച്ചായിരുന്നു എങ്ങനെയാണ് മണാലി പോയത്, ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാവുമെന്ന്. ഞാൻ ഉറപ്പായിട്ടും ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യും. ഇനിയും ഡീറ്റെയിൽഡ് വീഡിയോ വേണ്ടവർക്ക്, ആവശ്യമുള്ളവർക്ക് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതി കേട്ടോ. എവിടെ മഞ്ഞുകട്ട കണ്ടാലും ഞാൻ അതിലെടുത്ത് കളിക്കുമായിരുന്നു കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ ഓർക്കും എനിക്ക് വട്ടായിരിക്കുന്നു. ശരിക്കും അല്ല. നമ്മൾ പോകാൻ പറ്റാത്ത സ്ഥലത്ത് നമ്മൾ എത്തിപ്പെടുമ്പോഴത്തേക്കിന് നമ്മുടെ ഫീലിങ്സും നമ്മുടെ ഹാപ്പിനെസ്സും ഒട്ടും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ എൻ്റെ സ്ഥാനത്ത് നിങ്ങളാണെങ്കിലും ഇതുപോലെ തന്നെ ചെയ്യുള്ളൂ. ഇതൊക്കെ നമ്മൾ പോകുന്ന വഴിയിലുള്ള വഴികളാട്ടോ. സത്യം പറഞ്ഞാൽ നമ്മുടെ റൂമിൻ്റെ അവിടുന്ന് ഇപ്പോൾ സോലങ് വാലി ആണെങ്കിലും ഒരു 3 കിലോമീറ്റർ അല്ല 2 കിലോമീറ്റർ, അടട്ടണലാണെങ്കിലും ഒരു 4 കിലോമീറ്റർ, നമ്മുടെ റൂമിൻ്റെ അവിടുന്ന് എല്ലാം അടുത്തടുത്താട്ടോ. നമ്മളീ പോകുന്ന വഴി തന്നെയാണ് ഈ പാരഷൂട്ട് പോലുള്ള ആക്ടിവിറ്റീസ്. ഗൈസ്, ഞാനാണെങ്കിൽ നമ്മുടെ സോണൽ വാലി പോകാനായിട്ട് വന്നതാണ്. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കിന് നമ്മുടെ റോഡിൻ്റെ ഒക്കെ അവസ്ഥ ഇതാണ്. ഇങ്ങനെ മഞ്ഞ് വീഴുന്നത് കൊണ്ട് നമ്മുടെ ബൈക്കാട്ടെ ടൂ വീലറാട്ടെ ഇങ്ങനെ മഞ്ഞ് വീഴുന്നത് കൊണ്ട് 2 വീലറും 4 വീലറും ഒന്നും കയറ്റി വിടുന്നില്ല. ഞാൻ കാണിച്ചു തരാം. ഇവിടെ എല്ലാവരും ഇപ്പം തിരിച്ചു പോകും. ഇപ്പം സമയം ഒരു 11 മണി ആയതേ ഉള്ളൂ. പക്ഷെ എന്നിട്ട് പോലും ഇത്രയും വെയിൽ, നല്ല വെയിലുണ്ട്. പക്ഷെ മഞ്ഞ് ഉരുകുന്നുണ്ട്. എന്നിട്ടൊന്നും ഒരു കാര്യമില്ല. ആരും കയറ്റി വിടുന്നില്ല. എല്ലാവരും തിരിച്ചിറക്കി വിടുവാണ്. ഈ ഇറങ്ങിപ്പോകുന്ന വണ്ടി മൊത്തം നമ്മുടെ സോണൽ വാലി കയറി പോകാൻ പറ്റാഞ്ഞിട്ട് തിരിച്ചു പോകുന്നതാണ് ഗൈസ്.
ഇതൊക്കെ നമ്മുടെ റോഡിൻ്റെ അവസ്ഥയാണ്. റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് ഇതുപോലെ മഞ്ഞൊക്കെ കൂടി കിടക്കുന്നത്. അപ്പം റോഡിൽ ഇങ്ങനെയാണെങ്കിൽ സോലങ് വാലിയിലെ ആ റോഡ് മൊത്തത്തിൽ മഞ്ഞ് വീണ് ഭയങ്കര നാശമായി കിടക്കും. നമ്മുടെ വണ്ടിയൊന്നും കയറ്റി വിടത്തില്ല, റോഡൊക്കെ പാളും. അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് കുറേ വണ്ടി, അവിടെ പോലീസുകാരൊക്കെ ഉണ്ട് കേട്ടോ, എല്ലാവരും തിരിച്ചൊക്കെ വിടുന്നത്. സത്യം പറഞ്ഞാൽ സോലങ് വാലി കയറാൻ പറ്റാണ്ടാകുമോ എന്നുള്ള വിഷമത്തിൽ ഞാൻ ഇരുന്നപ്പോഴത്തേക്കിനാണ് ഈ റോഡിൽ ഇങ്ങനെ മഞ്ഞ് കണ്ടത്. അപ്പോൾ ഇനി മഞ്ഞും കാണാൻ പറ്റില്ലേ എന്ന് ഓർത്തിട്ട് ഞാൻ ആ കിട്ടിയ മഞ്ഞിൽ കുറേ പാവക്കുട്ടീനെയൊക്കെ ഉണ്ടാക്കി ഞാൻ അവിടെ മൊത്തത്തിൽ അങ്ങ് എൻജോയ് ചെയ്തു. ഗൈസ്, ഞങ്ങളിങ്ങനെ സോണൽ വാലിയിൽ കയറാൻ പറ്റാതെ നിന്നപ്പോഴത്തേക്കിനും കുറേ ചേച്ചിമാർ 50 രൂപയ്ക്ക് രണ്ട് ഡ്രസ്സ് സെറ്റ് ചെയ്ത് തരാം എന്ന് പറഞ്ഞൊരു ഡ്രസ്സൊക്കെ സെറ്റ് ചെയ്ത് തന്നു. ആക്ച്വലി ഞാൻ ഇന്നലെ ഇതിനെപ്പറ്റി ഒരു റോങ് കമൻ്റ് ഒക്കെ അടിച്ചതാണെങ്കിൽ ഇത് ഇഷ്ടമല്ല, ഇത് കോമൺ ആണെന്നൊക്കെ പറഞ്ഞ് ഈ ചേച്ചിമാർ തലേന്ന് പോകാതെ ലാസ്റ്റ് ഈ സംഭവം ഫൈനലി പിടിച്ചേൽപ്പിച്ചു ഗൈസ്. മണാലിയിലും കാശ്മീരിലും ഒക്കെ എവിടെ പോയാലും എല്ലാവരുടെ ഒരു സ്റ്റാറ്റസിലൊന്നായിരിക്കും ഈ ഡ്രസ്സ് ഇട്ടിട്ടുള്ള ഒരു പിക്ക്. അപ്പം ഞാൻ എന്തായാലും വെറൈറ്റി പർപ്പസ് കൊണ്ടുവരണമെന്നുള്ള രീതിയിൽ ഞാൻ ഇതിടില്ല എന്നുള്ള രീതിയിൽ നിന്നത്. പക്ഷേ എന്ത് ചെയ്യാനാണ്, നമുക്ക് സോലങ് വാലി കയറാണ്ട് ഞാൻ നിന്നപ്പം ഈ ചേച്ചിമാർ ഇവരൊരു 5-6 പേര് ഒരുമിച്ച് വന്നിട്ട് നമ്മുടെ തലയിൽ എങ്ങനെയും ഈ സംഭവം സെറ്റ് ചെയ്യാനായിട്ട് നമ്മളിങ്ങനെ മാക്സിമം, നമുക്ക് മലയാളം അറിയുള്ളൂ, അവർക്ക് ഹിന്ദി അറിയുള്ളൂ, നമ്മൾ എങ്ങനെയെങ്കിലും ഇവർ നമ്മുടെ അടുത്തൊന്നും പോകത്തില്ല. ഈ ചക്കരയിൽ ഈച്ചയാട്ടി ഇരിക്കുന്ന പോലെ ഇവർ വന്നിരിക്കുമ്പോൾ ഫൈനലി നമ്മളങ്ങ് എസ് പറഞ്ഞു പോകും. പക്ഷെ ഇവരെന്നോട് 50 രൂപയാണ് പറഞ്ഞത്. എൻ്റെ കയ്യിൽ ചേഞ്ച് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് 20 രൂപയ്ക്ക് ഈ ഡ്രസ്സ് സെറ്റ് ആയി കിട്ടി. നമ്മുടെ മണാലി ഡ്രസ്സ് ഇടാനായിട്ട് ഞാൻ എൻ്റെ ജാക്കറ്റ് ഒക്കെ ഊരിയത്, ക്യാപ്പൊക്കെ ഭയങ്കര തണുപ്പാണ് ഗൈസ്, എൻ്റെ തലയൊക്കെ ഭയങ്കര വേദന എടുക്കുന്നു ഗൈസ്. ഇവിടെ അധികം നേരം നിന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. ഒരു മണിക്കൂറോളം നമ്മൾ വെയിറ്റ് ചെയ്തു കേട്ടോ. എന്നിട്ട് നമ്മൾ അവിടുന്ന് റിട്ടേൺ നെക്സ്റ്റ് സ്പോട്ടിൽ പോകാൻ നോക്കി നിന്നപ്പോഴത്തേക്കിനാണ് കുറേ മഞ്ഞൊക്കെ കൂടി കിടക്കുന്ന ഒരു പ്ലേസ്. അത് നമ്മുടെ സോലങ് വാലിയിലോട്ട് കയറി പോകുന്നതിന് താഴെ തന്നെ കേട്ടോ. ഇവിടെ പെർ ഹെഡ് 50 രൂപയാണ് പാസ് വരുന്നത്. ഇവിടെ നമുക്ക് കുറച്ച് ആക്ടിവിറ്റീസും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇവിടെ മൊത്തത്തിൽ മഞ്ഞ് കയറി കിടക്കുക. അപ്പോൾ ഞാൻ അവിടുത്തെ മഞ്ഞൊക്കെ ഇരുന്ന് നല്ല സൂപ്പറായിട്ട് കളിച്ചു. സത്യം പറഞ്ഞാൽ ഇതൊരു പബ്ലിക് പ്ലേസാണ്. അവിടെ ഒരു പുള്ളി വന്ന് ഒരു പേപ്പറൊക്കെ വെച്ചിട്ട് ഇതേപോലെ പാസ് ഇല്ലാണ്ട് കയറി പോകാൻ പറ്റില്ലെന്ന് ഒരു കസേരയൊക്കെ ഇട്ടിട്ട് ഇരിക്കുമായിരുന്നു കേട്ടോ. പിന്നെ കുറേ പേര് പാസും കൊടുത്ത് കയറി പോകുന്നുണ്ട്. നമ്മളും ആ ഒരു രീതിയിൽ അങ്ങ് പാസും കൊടുത്ത് കയറി വന്നതാണ്. ശരിക്കും ഇവിടെ പാസ് എടുക്കണമെന്നൊന്നും ഇല്ല. പക്ഷേ ഇവിടെ നല്ലതുപോലെ സ്നോ ഒക്കെ കൂടി കിടപ്പുണ്ട് കേട്ടോ. കുറേ നേരം ഞാൻ മഞ്ഞത്ത് കളിച്ചു, കുറച്ച് റീൽസൊക്കെ എടുത്തു. പിന്നെ അവിടുന്ന് കുറച്ച് മഞ്ഞൊക്കെ എടുത്ത് ഞാൻ വായിലൊക്കെ ഇട്ട് ടേസ്റ്റൊക്കെ ചെയ്തു കേട്ടോ. മഞ്ഞിൻ്റെ ടേസ്റ്റ് എന്താ എന്നറിയാനായിട്ട്. പ്രത്യേകിച്ചൊരു ഫീലിങ്സ് ഒന്നും ഇല്ല കേട്ടോ മഞ്ഞൊക്കെ ടേസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കിന്. പിന്നെ അവിടുന്ന് നമ്മുടെ എല്ലാവരും മണാലിയിലൊക്കെ വരുന്ന എല്ലാവരും ഒരു ബൊമ്മക്കുട്ടീനെയൊക്കെ ഉണ്ടാക്കുന്നത്. അതേപോലെ ഞാനൊരു ബൊമ്മക്കുട്ടീനെയൊക്കെ ഉണ്ടാക്കി വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ ഈ മഞ്ഞത്ത് നിൽക്കുന്നത് തന്നെ എൻ്റെ കാലിൽ 2 സോക്സ് ഉണ്ട്. എന്നിട്ടാണ് ഞാൻ ആ ഒരു ഷൂ ഇട്ടേക്കുന്നത്. നമുക്ക് ശരിക്കും ഈ ജാക്കറ്റൊക്കെ ഊരിക്കഴിഞ്ഞാൽ നമുക്കൊരു 5 മിനിറ്റ് പോലും, ഒരു 5 സെക്കൻഡ് പോലും നിൽക്കാൻ പറ്റില്ല. അത്രയ്ക്ക് തണുപ്പാണ് നമുക്കവിടെ. മണാലിയിലോട്ടൊക്കെ വരാൻ പ്ലാൻ ചെയ്യുന്നവർ ഇവിടെ വന്നിട്ട് എല്ലാം വാങ്ങിച്ചാൽ മതി. ജാക്കറ്റും സോക്സും ഷൂ എല്ലാം ഇവിടെ വന്നിട്ട് വാങ്ങിച്ചാൽ മതി. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ എല്ലാം വാങ്ങിച്ചുകൊണ്ട് വരുവാണെങ്കിൽ സത്യം പറഞ്ഞാൽ വേസ്റ്റാണ്.